സർവം ശ്രീ ഗുരുവായൂരപ്പാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേശ്യാം. ജയ് ശ്രീ രാധേ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഓം ഗണാനാം ത്വാം ഗണപതിഗം ഹവാമഹേ കവിം കവീനാമുപമസ്രമസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദാനശൃണ്വന്നോതിഭിസ്സീദസാദനം. പ്രണോ ദേവി സരസ്വതി വാജേഭിർവാജിനീവധീതി നാമവിദ്യവതോ. ഓം ഗണേശായ നമഃ. ഓം ശ്രീ മൂകാംബികാദേവീ നമഃ. ഓം ശ്രീ മഹാദേവായ നമഃ. ഓം ശ്രീ മഹാദേവീ നമഃ. ഓം ഭരദേവതായേ നമഃ. ഓം ദേശദേവതായേ നമഃ. ഓം കുലദേവതായേ നമഃ. ഓം സർവദേവതായേ നമഃ. ഓം അഷ്ടദിക്പാലകരേ നമഃ. ഓം സർവഗുരുഭ്യോ നമഃ. ഓം സർവപിതൃഭ്യോ നമഃ. ഓം സർവമുനിശ്രേഷ്ഠായേ നമഃ. ഓം സർവബ്രാഹ്മണായേ നമഃ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. സജ്ജനങ്ങളായ എല്ലാ സുഹൃത്തുക്കൾക്കും പാദനമസ്കാരം. എല്ലാവരുടെയും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് കഴിഞ്ഞത്. അതായത് വൈശാഖ മാസമായിരുന്നു. ഭഗവാൻ ലക്ഷ്മീ സമേതനായിട്ട് ഭൂമിയിൽ വരുന്ന സമയമായിരുന്നു. അപ്പോൾ 2 വൈശാഖ ഏകാദശി വ്രതവും കൃത്യമായിട്ട് എടുത്ത് പാരണ വീട്ടി ആഗ്രഹിച്ച പോലെ ദാനമൊക്കെ കൊടുക്കാനും ഒക്കെ പറ്റി. ഒക്കെ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം. ഇപ്പോൾ അടുത്തായിട്ട് വരാൻ പോകുന്നത് ജ്യേഷ്ഠ മാസത്തിലെ ഗൗര ഏകാദശിയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണ് ഗൗര ഏകാദശി ജ്യേഷ്ഠമാസത്തിലെ. അതായത് മിഥുന സംക്രമത്തിനും സംക്രാന്തിക്കും വൃഷഭ സംക്രാന്തിക്കും ഇടയ്ക്കുള്ള സമയമാണ് ഈ ഗൗര ഏകാദശി ആയ നിർജ്ജല ഏകാദശി വരുന്നത്. പാണ്ഡവ നിർജ്ജല ഏകാദശി എന്നാണ് ഈ ഏകാദശി അറിയപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ച ഒരു കഥയുണ്ട്. അതായത് ഒരിക്കൽ ഭീമസേന് വളരെ ആഗ്രഹം തോന്നി, തനിക്കും ഏകാദശി എടുക്കാൻ പറ്റണില്ലല്ലോ എന്നോർത്തിട്ട്. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠന്മാർ, അനിയന്മാർ, മാതാവ്, ദ്രൗപദി എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. എന്നാൽ ഭീമനെ സംബന്ധിച്ച് വൃകോദരനാണ് ഭീമൻ. ഭീമൻ്റെ ഉദരത്തിലുള്ള ഒരു ജഡരാഗ്നിയുടെ കാഠിന്യം കൊണ്ട് ഭീമന് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ ഏകാദശി എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. തൻ്റെ വിശപ്പിനെ ശമിപ്പിക്കാനോ പിടിച്ചു നിർത്താനോ ഭീമന് കഴിയാത്തതുകൊണ്ട് ഏകാദശി ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കും ഒരിക്കൽ വ്യാസമുനിയോട് ഭീമസേനൻ ചോദിക്കുകയാണ്, എല്ലാവരും ഏകാദശി എടുക്കണോ, എനിക്ക് മാത്രം ഇങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ, അതിനൊരു പരിഹാരമായിട്ട് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ വ്യാസദേവൻ പറയുകയാണ്, ജ്യേഷ്ഠമാസത്തിലെ ഈ ഗൗര ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ അന്ന് നിർജ്ജലമായിട്ട് വ്രതം അനുഷ്ഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശിയാണ്. അന്നത്തെ ദിവസം ഒരു ഏകാദശി കൊണ്ട് മാത്രം 24 ഏകാദശി അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ചില വർഷങ്ങളിൽ 26 ഏകാദശി വരാറുണ്ട്. ഈ ബാക്കിയുള്ള എല്ലാ ഏകാദശികളും എടുക്കുന്ന അത്രയും പുണ്യം ആ ഒരു ഏകാദശിക്കുണ്ട്. അതുകൊണ്ട് അന്നത്തെ ദിവസം നിർജ്ജല ഏകാദശിയായിട്ട് എടുക്കൂ. അതായത് അന്ന് ജലപാനം പോലും ചെയ്യാതെ രാവിലെ സൂര്യോദയം മുതൽ പിറ്റേ ദിവസം പാരണ വീടുന്ന അതേ സമയം വരെ ഭഗവാനെ മാത്രം വിചാരിച്ച് അന്നമോ ജലമോ ഒന്നുമില്ലാതെ നിർജ്ജലമായിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയും. അപ്പോൾ എനിക്കത് പറ്റുമോ എന്ന് ഭീമന് സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഭീമൻ ആ ഏകാദശി കൃത്യമായിട്ട് തന്നെ എടുത്തു. വളരെ കഷ്ടപ്പെട്ടു. ശരിക്കും വിശപ്പും ദാഹവും കൊണ്ടൊന്നും തളർന്നു പോയിരുന്നു ഭീമസേനൻ. പിറ്റേ ദിവസം ആയപ്പോഴേക്കും പാരണ വീടേണ്ട സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ആൾ ശരിക്കും അങ്ങ് തളർന്നു. എന്നിട്ടും എല്ലാം കടിച്ചു പിടിച്ചുകൊണ്ട് ആ ഏകാദശി വ്രതം അനുഷ്ഠിക്കും. അങ്ങനെയാണ് ഈ നിർജ്ജല ഏകാദശി പാണ്ഡവ നിർജ്ജല ഏകാദശി എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇത്തവണത്തെ ഈ നിർജ്ജല ഏകാദശി വരുന്നത്
ജൂൺ 7-ാം തീയതിയാണ്. ജൂൺ 7-ാം തീയതി ആക്കിയൊരു കാരണമുണ്ട്. അതായത് അത് മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന സമയത്ത് ഏകാദശി വ്രതം മഹാദ്വാദശി ചേർത്തെടുത്ത ദിവസമാണ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ജൂൺ 7-ന് എടുക്കുന്നത്. ജൂൺ 6-ാം തീയതി വെളുപ്പിന് 2:15-ന് ഏകാദശി തിഥി തുടങ്ങും. ജൂൺ 7-ാം തീയതി വെളുപ്പിന് 4:47-ന് ഏകാദശി തിഥി അവസാനിക്കും. 7-ാം തീയതി രാവിലെ 6-ാം തീയതി രാത്രി 10:10 മുതലാണ് ഹരിവാസര തുടങ്ങുന്നത്. 7-ാം തീയതി രാവിലെ 11:26-നാണ് ഹരിവാസര സമയം അവസാനിക്കുന്നത്. പാരണ വീടേണ്ടത് 8-ാം തീയതി രാവിലെ 6:03-നും 7:17-നും ഇടയ്ക്കാണ്. ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. ഏകാദശിക്ക് പാരണ വീടേണ്ട സമയം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഏകദേശം 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഒരു 1.25 മണിക്കൂർ കഷ്ടിച്ചേ ഉള്ളൂ. വെളുപ്പിന് രാവിലെ 6:03-നും 7:17-നും ഇടയ്ക്ക് തന്നെ പാരണ വീടേണ്ടതാണ്. അപ്പോൾ കാരണം ആ സമയം കഴിയുമ്പോഴത്തേക്ക് ദ്വാദശി തീരുകയാണ്. ദ്വാദശി സമയത്ത് തന്നെയാണ് പാരണ വീടേണ്ടത്. അവിടെ എല്ലാവരും നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കലിസന്ധരണ മന്ത്രം എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ചൊല്ലുക. നാരായണീയവും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ പാരായണം ചെയ്യുക. സദാ ഗുരുവായൂരപ്പനെ മാത്രം മനസ്സിൽ ചിന്തിച്ച് എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാവർക്കും തുണയായി കൂടെ ഉണ്ടാവട്ടെ. ഭഗവാന്റെ കാരുണ്യം എല്ലാവരിലേക്കും എത്തട്ടെ. സർവം ശ്രീ ഗുരുവായൂരപ്പാർപ്പണമസ്തു. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണി, നമസ്തേ നമസ്തേ പ്രപന്നാർത്തികാരൻ, സമസ്താപരാധം ക്ഷമസ്വാഖിലേശ. മുഖേ മന്ദഹാസം നഖേ ചന്ദ്രഹാസം, കരേ ചാരുചക്രം സുരേശാദിവന്ദ്യം, ഭുജംഗേ ശയാനം ഭജേ പത്മനാഭം, ഹരേരന്യദേവം നമന്യേ നമന്യേ. ദിവിവാഹുവാം വാസ്തു വാസോ നരകേ വാ നരകാന്തകാപ്രകാമം, അവതീരിത ശാരദാരവിന്ദൗ ചരണൗ തേ മരണേ അഭിചിന്തയാനി. കൃഷ്ണ ത്വദീയ പദപങ്കജ പഞ്ചരാന്തം, അദ്യൈവ മേ വിശതു മാനസരാജഹംസ, പ്രാണപ്രയാണസമേ കപവാദവിത്തൈ കണ്ഠാവരോധനവിധൗ സ്മരണം കുതസ്തേ. പ്രേമദം ച മേ കാമദം ച മേ വേദനം ച മേ വൈഭവം ച മേ ജീവനം ച മേ ജീവിതം ച മേ ദൈവതം ച മേ ദേവനാപരം. കായേന വാചാ മനസ്സേന്ദ്രിയാ ബുദ്ധ്യാത്മനാ വാനുസൃത സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പേത്. സർവം ശ്രീനാരായണായേതി സമർപ്പേത്. സർവം ശ്രീനാരായണായേതി സമർപ്പേത്. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കാർപ്പണ്യദോഷോപഗത സ്വഭാവക പൃച്ഛാമിതാം ധർമ്മസമ്മൂഢചേത, യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാം ത്വാം പ്രപന്നം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ് ശ്രീ രാധരാധേ. ഹരേ ഗുരുവായൂരപ്പ ശരണം.